ഒരു വലിയ കൊട്ടാരത്തിൻ്റെ കൺസ്ട്രക്ഷനിൽ ഒറ്റ ആണി പോലും ഉപയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? തമിഴ്നാട്ടിലുള്ള പത്മനാഭപുരം പാലസിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതൊരു ട്രഡീഷണൽ കേരള ആർക്കിടെക്ചറൽ ശൈലിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പണ്ട് കാലത്ത് കാർപ്പൻറ്റേഴ്സ് ക്രാഫ്റ്റ്മാൻഷിപ്പിലായാലും അന്നത്തെ ഇന്നോവേറ്റീവ് മെത്തേഡ്സിലായാലും എത്രമാത്രം അഗ്രഗണ്യരിരുന്നെന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു നിർമ്മിതിയാണിത്. ഈ ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷന് പ്രധാനമായിട്ടും 3 മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഫൗണ്ടേഷൻ പണിയാൻ വേണ്ടി സ്റ്റോൺ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഇതിന്റെ മേജർ പാർട്ടും വുഡിലാണ്. പിന്നെ ഇതിന്റെ ഫിനിഷിങ്ങിന് വേണ്ടി ലൈം പ്ലാസ്റ്റർ നാച്ചുറൽ അഡിറ്റീവ്സിനായിട്ട് മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ മോഡേൺ സ്റ്റീൽ സ്ട്രക്ചറിലൊക്കെ വെൽഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ബോൾട്ട് ചെയ്യുന്നതോ പോലുള്ള വളരെ എളുപ്പമുള്ള മെത്തേഡല്ല ഒരു കാർപ്പൻട്രി വർക്കിൽ നെയിൽലെസ് ജോയിന്റ് വരാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ ഇതിൽ വേരിയേഷൻ ഓഫ് ലാബ് ജോയിന്റ് യൂസ് ചെയ്യുന്നുണ്ട്. മലയാളത്തിൽ അർദ്ധപ്പണി ജോയിന്റ് എന്നൊക്കെ പറയും. 2 ഹൊറിസോണ്ടൽ കമ്പണന്റ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ജോയിന്റ് ആണത്. അതുപോലെ വേരിയേഷൻ ഓഫ് മോർട്ടൈസ് ഓർ ടെനൽ ജോയിന്റ്, മോന്തായം ജോയിന്റ് എന്നൊക്കെ പറയും. അതായത് നമ്മുടെ റാഫ്റ്റേഴ്സ് ഈ കൂടുമായി കണക്ട് ചെയ്യുന്ന ഒരു മെത്തേഡ്, വളരെ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു ബോണ്ടിങ് ആണത്. ഈ ലാറ്ററൽ മൂവ്മെന്റ് ഒക്കെ റെസ്ട്രിക്ട് ചെയ്യാൻ ഇത് വളരെയധികം ഉപകരിക്കും. അതുപോലെ ഈ ടെനൽ ജോയിന്റിന്റെ വേറൊരു വേരിയേഷൻ ആണ് മകരക്കുടുംബ ജോയിന്റ്. ആ പേര് തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. മകര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാൻസ്ക്രിറ്റിൽ ക്രൊക്കഡൈൽ, മുതല എന്ന പേര്. മുതല ഒരാളെ പിടിച്ചു കഴിഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ട് ആണ് അത് വേർപെടുത്താൻ. അതേപോലെ തന്നെ ഒരു ജോയിന്റ് ആണ്, ഒരു ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ മെമ്പേഴ്സിനെ കൂടി ജോയിന്റ് ചെയ്യുന്നതാണ്. അത് വളരെയധികം ടൈറ്റ് ആയിട്ടുള്ള ഒരു ജോയിന്റ് ആണ്. അത് വളരെ ബുദ്ധിമുട്ടാണ് അത് വേർപെടുത്താൻ. അതുകൊണ്ടാണ് ആ ഒരു സ്ട്രക്ചർ ഇപ്പോഴും നിലനിൽക്കുന്നതൊക്കെ. അതുപോലെ ഞാനിവിടെ മെൻഷൻ ചെയ്യാത്ത ഒരുപാട് ടെക്നിക്സുകൾ ഇതിലുണ്ട്. വളരെ വിദഗ്ധരായിട്ടുള്ള കാർപ്പൻറ്റേഴ്സിന് വശമുള്ള, നമ്മളെല്ലാം പഠിക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് ജോയിന്റുകളും കാര്യങ്ങളും ഈ ഒരു സ്ട്രക്ചറിലുണ്ട്. ഒരു സസ്റ്റൈനബിൾ ആർക്കിടെക്ചറൽ പ്രാക്ടീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പഴയകാല വിദഗ്ധരായ കാർപ്പൻറ്റേഴ്സൊന്നും നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്.